നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ പ്രായം കൂടുമ്പോൾ ഓർമ്മകൾക്ക് മങ്ങലേൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് നോക്കാം. എന്താണ് അതിൻ്റെ പ്രതിവിധി എന്നും നമുക്ക് ചിന്തിക്കാം. പ്രായം കൂടുമ്പോൾ ഓർമ്മയ്ക്ക് മങ്ങലേൽക്കുന്നതിന് പിന്നിൽ പ്രധാനമായും മസ്തിഷ്കത്തിൽ നടക്കുന്ന ജൈവരാസ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളാണെന്ന് മനസ്സിലാക്കാം. നാഡീകോശങ്ങളുടെ ചുരുങ്ങൽ പ്രായം കൂടുന്തോറും ബ്രെയിൻ സെൽസിൻ്റെ എണ്ണത്തിലും പ്രവർത്തനക്ഷമതയിലും കുറവ് വരുന്നു. നാഡീബന്ധങ്ങൾ കുറയുന്നു. ന്യൂറോൺസ് തമ്മിലുള്ള ബന്ധങ്ങളുടെ എണ്ണം കുറയുന്നതോടെ പുതിയ വിവരങ്ങൾ സംഭരിക്കുന്നതിനും പഴയ ഓർമ്മകൾ വിളിച്ചു പറയുന്നതിനും കഴിയാതെ വരുന്നു. രക്തപ്രവാഹക്കുറവ് മറ്റൊരു കാരണമാണ്. തലച്ചോറിലേക്കുള്ള രക്തവും ഓക്സിജനും കുറയുമ്പോൾ ബ്രെയിൻ ഫംഗ്ഷൻ ബാധിക്കുന്നു. ന്യൂറോ ട്രാൻസ്മിറ്റർ കുറവ് ഒരു പ്രശ്നമായി വരുന്നു. ഓർമ്മയ്ക്ക് സഹായിക്കുന്ന അസറ്റൈൽ കോളിൻ പോലെയുള്ള രാസവസ്തുക്കളുടെ ഉൽപ്പാദനം പ്രായം കൂടുമ്പോൾ കുറയുന്നു. ഉറക്ക പ്രശ്നങ്ങൾ മറ്റൊരു കാരണമാണ്. നല്ല ഉറക്കം മെമ്മറി കൺസോളിഡേഷന് അത്യാവശ്യമാണ്. പ്രായം കൂടുമ്പോൾ ഉറക്കം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ജീവിത രീതി രോഗങ്ങളായ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, വിഷാദരോഗം, മാനസിക സമ്മർദ്ദം എന്നിവയും ഓർമ്മയെ ബാധിക്കുന്നു. ഇതിൻ്റെ പ്രതിവിധി എന്താണെന്ന് നമുക്ക് നോക്കാം. തലച്ചോറിന് വ്യായാമം കൊടുക്കുക. പസിൽസ്, ക്രോസ്വേഡ്, പുതിയ ഭാഷ പഠിക്കൽ, വായന, എഴുത്ത് തുടങ്ങി ബ്രെയിൻ ട്രെയിനിങ് ദിവസവും ചെയ്യുക. ശരീരവ്യായാമം അത്യാവശ്യം ആണ്. ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും നടക്കുക. യോഗയും സ്ട്രെച്ചിങ് എക്സസൈസും രക്തപ്രവാഹം ബ്രെയിൻ ഹെൽത്തിനും മെച്ചപ്പെടുത്താനായിട്ട് ഉപയോഗിക്കാം. ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുക. ഒമേഗ 3 കിട്ടുന്ന സാധാരണ സാൽമൺ, മത്തി തുടങ്ങിയ മീനുകൾ കഴിക്കുക. പഴം, പച്ചക്കറി, കുരുമുളക്, വാൽനട്ട് എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അമിത പഞ്ചസാരയും പ്രോസസ്ഡ് ഫുഡും കുറയ്ക്കുക. മതിയായ ഉറക്കം ഉറപ്പുവരുത്തുക. ധ്യാനവും ഡീപ്പ് ബ്രീത്തിങ്ങും പ്രകൃതിയിലേക്ക് സമയം ചിലവഴിക്കുന്നതും പരിശീലിക്കുക. സമ്മർദ്ദ നിയന്ത്രണം സ്വായത്തമാക്കുക. സുഹൃത്തുക്കളുമായി കുടുംബവുമായി സ്ഥിരമായി ഇടപെടൽ നടത്തുന്നത് വളരെ നല്ലതാണ്. സാമൂഹ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം. സ്ഥിരമായ ആരോഗ്യ പരിശോധന നടത്തുക. BP, ഷുഗർ, കൊളസ്ട്രോള്, തൈറോയിഡ്, വൈറ്റമിൻ B, D എന്നിവ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക. പ്രായാധിക്യക്കാർക്ക് ദിവസേന ഡയറി എഴുതുന്നത് വളരെ നല്ലതാണ്. അന്നുള്ള കാര്യങ്ങൾ എഴുതുന്നതിനേക്കാൾ നല്ലത് തലേന്ന് എന്തൊക്കെ ചെയ്തു എന്നും ആരൊക്കെ വന്നു എന്നും തുടങ്ങി ഓർത്ത് എല്ലാ കാര്യങ്ങളും നടന്ന മുറയ്ക്ക് എഴുതി വെക്കുക. മെമ്മറി ഷാർപ്പ്നെസ് നിലനിർത്താൻ ബ്രെയിൻ എക്സസൈസുകളും ചെയ്യേണ്ടതാണ്. ഇങ്ങനെയെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് കുറേയൊക്കെ മാറ്റങ്ങൾ സാധ്യമാക്കാം. ധാരാളം ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ പ്രായാധിക്യവും പലരുടെയും ഓർമ്മകൾക്ക് മങ്ങൽ വരുത്തിയത് കാണാൻ ഇടയായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതെല്ലാം പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.